ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ നിയമ നടപടികൾ അനിശ്ചിതത്വത്തിൽ പരീക്ഷ എഴുതി 1 വർഷം പിന്നിട്ടിട്ടും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാത്തതിൽ ആശങ്കയിലാണ് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ. KDRB വിജ്ഞാപന പ്രകാരം പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളാണ് താൽക്കാലിക ജീവനക്കാരുടെ കോടതി വ്യവഹാരങ്ങളെ തുടർന്ന് കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടത്തിന് ഭീമമായ തുക കണ്ടെത്താനാകാതെ നിരവധി പേരാണ് വഴിമുട്ടി നിൽക്കുന്നത്. മാർച്ച് 29 ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ 38 തസ്തികകളിലേക്ക് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഏകദേശം 2 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ച പരീക്ഷ അതേ വർഷം ജൂലൈയിൽ പൂർത്തിയാവുകയും ചെയ്തു. എന്നാൽ നിലവിലുള്ള താൽക്കാലിക ജീവനക്കാർ തങ്ങളുടെ സ്ഥിരപ്പെടുത്തലിനായി കോടതിയെ സമീപിച്ചതോടെ റിക്രൂട്ട്മെന്റ് നടപടികൾ തടസ്സപ്പെട്ടു. കോടതി നടപടികൾ നീണ്ടുപോകുന്നതിനാൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനോ നടപടികൾ പൂർത്തിയാക്കാനോ സാധിച്ചില്ല. ഇപ്പം കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്നതും അതുപോലെ മറ്റ് താൽക്കാലികക്കാരുടേതുമായിട്ടുള്ള കേസുകൾ നിലനിൽക്കുന്നതുമായതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഈ 1 വർഷത്തോളം ആയിട്ട് പോലും ഞങ്ങൾ ഒരു റാങ്ക് ലിസ്റ്റോ ഷോർട്ട് ലിസ്റ്റോ എന്ത് ചെയ്യുന്നില്ല, KDRB പുറത്തുവിടുന്നില്ല. ഇതുകൊണ്ട് തന്നെ 2 ലക്ഷത്തോളം വിദ്യാർത്ഥികളിൽ ആശങ്കയിലാണ്. മാത്രമല്ല, ഇതിൽ നിയമനം കാത്തു കെട്ടിക്കിടക്കുന്ന പ്രായപരിധി അവസാനിച്ച കുട്ടികൾ പോലും ഇപ്പോൾ ആകെ ഒരു ആശങ്കയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ്. നിയമ പോരാട്ടം നീണ്ടുപോകുമ്പോൾ പ്രായപരിധി കഴിയുമോ എന്ന ആശങ്കയിലാണ് ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ. 2 ലക്ഷത്തോളം പേര് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മളൊരു 300 പേര് പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന എഫേർട്ട്, നമ്മൾ ആ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടുജോലിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ വർഷത്തോടു കൂടി 2026 ഒരു ജനുവരിയോട് കൂടി ലൈഫൊന്ന് മാറും, നല്ല ജോലി കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ റിസൾട്ട് വെയിറ്റ് ചെയ്ത സമയത്താണ് ഈ പരീക്ഷ തന്നെ റദ്ദാക്കിയെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല, നമ്മൾ ക്വാളിഫൈഡ് ആയില്ലെങ്കിൽ വിഷമം ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ജോലി കിട്ടുക എന്നുള്ളതല്ല, ഈ സിസ്റ്റം ഈ ഒരു അനീതി നടന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താൽക്കാലിക ജീവനക്കാർക്ക് വയസ്സിളവും ഗ്രേസ് മാർക്കും നൽകിയാണ് KDRB പരീക്ഷ നടത്തിയത്. എന്നിട്ടും ഈ സൗകര്യം മുതലെടുത്ത് നിയമന നടപടികൾ ബോധപൂർവം കാലതാമസം വരുത്താനാണ് ഇവരുടെ ശ്രമം എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആക്ഷേപം. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിയമനം നടത്താനുള്ള അധികാരം തങ്ങൾക്കാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ KDRB ഫയൽ ചെയ്ത കേസിൽ തീരുമാനമാകാത്തതും ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചടിയാണ്. കേസിൽ കക്ഷി ചേരാൻ ലക്ഷങ്ങൾ ചെലവ് വരുന്നതിനാൽ സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് കോടതി ചെലവ് താങ്ങാൻ കഴിയുന്നില്ല. ഉദ്യോഗാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടരുതെന്നും സർക്കാരും ദേവസ്വം ബോർഡും പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെട്ട് അനുകൂല തീരുമാനം എടുക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് മലയാളം, കോഴിക്കോട്.